ഈ കുട്ടികൾ മുസ്ലിം കുട്ടികൾ മാത്രമാണെന്നും ആരും ധരിച്ചിട്ടുണ്ട്. അതും തെറ്റാ. ഇതിൻ്റെ അകത്ത് മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഉണ്ട്. ഇതാണ് പൂഞ്ഞാറപ്പള്ളിയുടെ പരിസരത്ത് നടന്ന ആ സംഭവത്തെ എല്ലാവരും അപലപിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കും തന്നെ അവിടെ എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചതെന്ന് ആർക്കും ഉത്തമ ബോധ്യമോ അറിവോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇത്രയും വഷളാക്കിയത് ഇതിന് ശേഷം അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഉച്ചയ്ക്കോ മറ്റോ ആണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇവിടെ ഒന്നും ആരും 5 മണി വരെ ആരും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെ എത്തിയവരെന്നാണ് ഇത് ഈ വിഷയം വഷളാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഈ കുട്ടികൾ എൻ്റെ അറിവിൽ ഇന്നലെ ഫെയർവെൽ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും ഒരേ യൂണിഫോം ധരിച്ച് ആദ്യമേ പൂജാരപ്പള്ളിയുടെ ഒരു ടൂറിസ്റ്റ് ഒരു കുരിശുപള്ളിയുണ്ട്, അവിടെ പോയി ഞങ്ങളുടെയൊക്കെ സ്ഥലമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൂറ്റപ്പാറ എന്ന് പറഞ്ഞു. അവിടെ പോയി എല്ലാവരും ഫോട്ടോ എടുത്തു. അതിനുശേഷം ഈ കുട്ടികൾ മുസ്ലിം കുട്ടികൾ മാത്രമാണെന്നും ആരും ധരിച്ചിട്ടുണ്ട്. അതും തെറ്റാ. ഇതിൻ്റെ അകത്ത് മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഉണ്ട്. ഇതാണ് അറിയാത്തത്. അതിൻ്റെ എണ്ണവും ഏതാണ്ട് 11 ക്രിസ്ത്യൻ പിള്ളേരും 7ഓളം ഹിന്ദു കുട്ടികളും ബാക്കി 10-18ഓളം മുസ്ലിം പിള്ളേർ. അപ്പോൾ മുസ്ലിം കുട്ടികൾ മാത്രമല്ല, അങ്ങനെ ആരും ധരിക്കരുത്. അതാണ് സംഭവം. അത് പോലീസിന്റെ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അവരെ മാത്രം, ഒരു സമുദായത്തെ മാത്രം തള്ളിപ്പറയേണ്ട ഒരു വിഷയമൊന്നും അല്ല ഇത്. പൂജാരപ്പള്ളിയുടെ അവിടെ നല്ല സീനറി ഉണ്ട്. നമുക്ക് ഇവർക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ കൂറ്റപ്പാറയെല്ലാം പോയി കുറെ ഫോട്ടോ എടുത്തു, ഇവിടെ വന്നു. അപ്പം വീട്ടിൽ നിന്ന് വണ്ടികളൊക്കെ ആയിട്ടാ പോകുന്നത്. ഇതിൻ്റെ അകത്ത് അവർക്ക് പള്ളിയിൽ പോയി ആരാധനയെ തടസ്സപ്പെടുത്തണമെന്നോ അല്ലെ ക്രിസ്ത്യൻ്റെ അവരുടെ വിശ്വാസത്തെ തകർക്കണമെന്നോ അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. നമുക്കറിയാലോ, നമ്മുടെ സ്കൂളുകളിലെല്ലാം മുസ്ലിം പിള്ളേരും ഹിന്ദു കുട്ടികളും എല്ലാവരും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവരവിടെ എന്തെങ്കിലുമൊക്കെ അവർ ഫെയർവെൽ പാർട്ടിയുടെ ഭാഗമായിട്ട് ചെയ്തൊരു വിഷയമാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്കിവിടെ പരിഹാരം കാണേണ്ടത് ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് ആയിട്ട് നടക്കുന്ന ഒരു വിഷയമൊന്നും അല്ല. ഇതൊരു ഇൻസിഡൻ്റ് ആയിട്ട് സംഭവിച്ചതേ ഉള്ളൂ. അപ്പം അവരുടെ ആ കുട്ടികളുടെ പിതാക്കന്മാർക്കുണ്ടായിരിക്കുന്ന വേദനകൾ, അതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ ഉണ്ടാക്കണം. അതിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കണം. ഇപ്പം നീറുന്ന മനസ്സുള്ള മാതാപിതാക്കൾ പല വീടുകളിലും ഇരിപ്പുണ്ട് ഇപ്പോൾ. അപ്പൊ അവരുടെ വേദന അവസാനിപ്പിക്കാനുള്ള നടപടി, അതിന് ഈ യോഗത്തിന് പൂജാരപ്പള്ളിയുടെ വികാരിയച്ഛനെയും കൂടെ വിളിക്കേണ്ടിയിരുന്നു. അപ്പൊ അവരും കൂടിയാലേ ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം. നമ്മൾ കുറെ പേര് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. പോലീസ് കേസെടുത്താൽ ആ കുട്ടികളെ നാളത്തെ ഭാവിയെ ബാധിക്കും. അതുപോലെ നാളെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഓരോ ആരാധനാലയത്തിന്റെ മുറ്റത്തും നടക്കരുത്. അപ്പൊ ഹരിദ്രപ്പള്ളിയുടെ ആണേലും മുസ്ലിം പള്ളികളുടെ ആണേലും അമ്മാനോളിന്റെ അവിടെ ആണേലും അങ്ങനെ വന്ന വിഷയം, ഇതൊരു മതസൗഹാർദ്ദം തകർക്കുന്നതിനായിട്ട് കരുതിക്കൂട്ടി ചെയ്തൊരു പദ്ധതിയൊന്നും അല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തിൽ മുനിസിപ്പാലിറ്റിയെ ഞാൻ അഭിനന്ദിക്കുക. 2 പ്രാവശ്യം ഈരാറ്റുപേട്ടയിലെ ഒരു കച്ചവട സ്ഥാപനത്തിൽ പോയി സാധനം മേടിച്ചാൽ 3ാമത് നമ്മൾ അവിടെ ചെല്ലണ്ട, വഴിക്ക് വെച്ച് ചെയ്യണ്ട. ഇന്നിപ്പോ കാണുന്നില്ലല്ലോ, എന്നാ പറ്റി? വേറെ ഒരു കടയിൽ നിന്ന് ഇങ്ങനെയൊന്നും പറയല്ല. ഈരാറ്റുപേട്ടക്കാരുടെ പ്രത്യേകതയാണ്, സ്നേഹം കൊണ്ട് അവർ കൊല്ലും, ലാഭമൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ അവര് ഇവിടെ വരുന്ന എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ്. എനിക്കറിയാം, ഞങ്ങളൊക്കെ ഈരാറ്റുപേട്ടയിൽ നിന്ന് തീക്കോയ്ക്ക് മാറിച്ച് വീണ്ടും ഈരാറ്റുപേട്ട താമസിക്കുന്നവരാണ്.